നെസ്സി സർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ല പുലർച്ചെ ഒരു 3:30 മണിക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാറ്ററിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുമല്ലേ. വൈകുന്നേരം മോളടുത്തേക്ക് ഞാനും മനും കൂടി പോവുകയാണ് കേട്ടോ. അപ്പോൾ വാവയും മനും ഒക്കെ രാവിലെ വന്നിട്ടുണ്ട്. ഇനി ഇലക്ഷന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ രാവിലെ വന്ന് രണ്ടാളും രാത്രി തന്നെ തിരിച്ചു പോയിട്ടോ. അപ്പോൾ അതങ്ങനെ വൈകുന്നേരം മോളടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് പോണ ആ ഒരു വണ്ടി താഴെയാണ്, അത് എടുക്കാൻ പോവാൻ ഞങ്ങൾ നടന്നു പോവുകയാണ്. അപ്പോൾ ഇക്കാക്ക വണ്ടീൻ്റെ ഇക്കാക്ക കുറച്ച് ദിവസമായിട്ട് ഇലക്ഷൻ്റെ വർക്ക് തന്നെയാണ്. വൈകുന്നേരമായി എല്ലാവരും ഇത് കഴിഞ്ഞ് ക്ഷീണിച്ച് ചായ കുടിക്കുകയാണ് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ ചായൻ്റെ കടി മോളടുത്തേക്ക് പോകുമ്പോൾ വാങ്ങാൻ വേണ്ടി കയറിയതാണ് അവിടെ. അപ്പോഴാണ് കാക്കനെയും ആൾക്കാരെയും കണ്ടത്. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേനു ബേബീൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഉസ്താദ് കുറേശ്ശായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നിസ്കാരമൊന്നും ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. സമയമാകുമ്പോൾ തന്നെ എപ്പോഴും നിസ്കരിക്കലുണ്ട്. പക്ഷെ ഉസ്താദ് കുറച്ചൊന്ന് കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ ബോക്സിങ്ങിൻ്റെ സംഭവങ്ങളാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ അതൊക്കെ ഇട്ട് തലയിലുള്ള ഹെൽമെറ്റും മറ്റുമൊക്കെ ഇട്ടിട്ട് നമ്മളടുത്തേക്ക് കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോ ആണ് കേട്ടത്. പിന്നെ അത് അവിടുന്ന് വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സാധനങ്ങളൊക്കെ പോയി വാങ്ങി പിന്നെ വീണ്ടും അടുക്കളയിലേക്ക് വന്നിക്കാണ്. അടുപ്പിന് ഈ ചാരമൊക്കെ ഒന്ന് വാരിയെടുക്കുകയാണ്. അപ്പോൾ രാവിലെ പുലർച്ചെ സമയത്താകുമ്പോൾ അതും കൂടി നന്നാക്കാൻ നിൽക്കുമ്പോൾ നേരം വൈകുമല്ലോ. അപ്പോൾ ഞാൻ രാത്രി തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കുറച്ച് പണികളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനുള്ള പരിപാടിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ 1-2 ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സാധനത്തിനെ പറ്റിയിട്ട്. ഇതൊരാൾ കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ അവരുടെ നമ്പർ തരാം കേട്ടോ. 150, 250 അങ്ങനെ എന്തോ ഒരു റേറ്റാണ്. വലിയ അടുപ്പാകുമ്പോൾ ചട്ടിയൊക്കെ ചെറുതാകുമ്പോൾ അങ്ങനെ വെക്കുന്നുണ്ടല്ലോ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ പച്ചക്കറിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. പച്ചമുളകിൻ്റെ ഞെട്ടിയൊക്കെ അടർത്തി പാത്രത്തിലാക്കി വെച്ചാൽ സുഖമാണ്. അതേപോലെ തന്നെ മല്ലിയിലേൻ്റെ തണ്ടൊക്കെ മുറിച്ച് അതേപോലെ കുറേ പണികൾ നമ്മൾ രാത്രി എടുത്തേക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് എളുപ്പമാണ് കേട്ടോ. ഈ പണിയെന്നല്ല, എന്ത് പണിയും നമുക്ക് അങ്ങനെ എളുപ്പമാണ്. പിന്നെ കറിവേപ്പിൻ്റെ ഈ ഒരു ബോക്സിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവൾക്ക് എനിക്കിപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ നിന്ന് വീട്ടിൽ കൂടലുള്ള സ്ഥലത്തേക്കാണ്. അപ്പോൾ രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്കും ഇവർക്കിത് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഞാനൊരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. കൊടുക്കുമ്പോൾ 6 മണിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ കൂടെ കൂട്ടിയാണ്, അഥവാ നേരം വൈകിയാലോ വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ കുറുമയാണ് കേട്ടോ, വെജിറ്റബിൾ കുറുമയും പിന്നെ നൂൽപുട്ടുമാണ് ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾ കുറുമക്കുള്ള ആവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉള്ളിയും ബീൻസൊക്കെ ഞാൻ മാറ്റി വെച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. പിന്നെ തേങ്ങ ഉച്ചക്കത്തേക്കുള്ള ചിക്കൻ വറുത്തരച്ച കറിയും വേണം. പിന്നെ അതേപോലെ തന്നെ കുറുമയാണ് കേട്ടോ അവർക്ക് വേണ്ടത്. പിന്നെ രാവിലെ മതി കുറുമ ഇതൊക്കെ. പിന്നെ ചിക്കൻ കറി ഉച്ച 12:30 ആകുമ്പോഴത്തേക്ക് മതി. അപ്പോൾ അതിന് കുറച്ച് സമയമുണ്ട്. ബാക്കി ഞാൻ കറിയൊക്കെ ഒന്ന് ചൂടാക്കി വെക്കുന്നുണ്ട്. പിന്നെ തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കുകയാണ്. രണ്ടിന് കുറുമക്കും നമ്മളെ ചിക്കൻ കറിക്കൊക്കെ ഉള്ള തേങ്ങ ചിരണ്ടി വെച്ചാൽ നമുക്ക് സുഖമാണല്ലോ പണിക്ക്. അപ്പോൾ ആ പണിയിലാണ് കേട്ടോ ഞാൻ. 10:30 മനുവിൻ്റെ ബസ് ബാംഗ്ലൂരേക്കുള്ള. വാവ 8 മണിൻ്റെ ബസ്സിന് പോയിട്ട് അവന്. പിന്നെ അവന് ഭക്ഷണമൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചോറൊക്കെ വാരി കൊടുത്ത് അങ്ങനെ അവൻ പോവുകയാണ്. അപ്പോൾ അവൻ പോയി കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ഫ്രണ്ട് ടൗണിൽ കൊണ്ടാക്കി കൊടുത്തിട്ടോ. അപ്പോൾ അതിപ്പോൾ ഞങ്ങൾക്ക് അതിനെ പറ്റിയൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഉച്ചക്ക് പച്ചക്കറിയും ചിക്കൻ പൊരിച്ചതും പപ്പടമൊക്കെ അതിന് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രൈഡ് റൈസിന്. അപ്പോൾ അവർ പറഞ്ഞതാ വേണ്ടമ്മ സാധാ ചോറും പിന്നെ പച്ചക്കറിയും പപ്പടും മതിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം ചിക്കൻ പൊരിച്ച് അങ്ങനെ അവരെ പറഞ്ഞയച്ച്. പിന്നെ പിറ്റേന്ന് 3:30 മണിക്ക് ഞാൻ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പല്ലിയേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പൊടി കളരി എടുക്കുകയാണ്. പുറത്തുനിന്ന് ആക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 3:30 മണിക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങിയാൽ പേടിയാവുമല്ലോ വിചാരിച്ചിട്ട് കുറച്ച് പണി ഗ്യാസുമെന്ന് ചെയ്തിട്ട് ബാക്കി പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ച്. കുറച്ച് സമയം ഒരു 4-4:30 ആകുമ്പോൾ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ എണീക്കും. അപ്പോൾ പിന്നെ അപ്പോൾ ഒരു ധൈര്യമാണല്ലോ. അപ്പോൾ കാക്ക എന്നോട് പറയണം ഒറ്റയ്ക്ക് പോകണ്ട പുറത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് ചുറ്റും ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നൂൽപുട്ടിനുള്ള പൊടി കളരി എടുക്കുകയാണ്. 1 കിലോനാണ് കേട്ടോ. ഞാൻ അജ്മീൻ്റെ പത്തിരിപ്പൊടിയാണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷേ സാധാ പത്തിരിപ്പൊടി പോലെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. വേറെ വ്യത്യാസമൊന്നുമില്ല അതിന്. സാധാരണ നമ്മൾ വീട്ടിൽ പൊടിക്കുന്നതന്നെ. ഇതിൻ്റെ പൊടി തീർന്നിട്ടുണ്ട്. അല്ലാതെ ഞാൻ അങ്ങനെ പൊടിയൊന്നും അങ്ങനെ പുറത്തുനിന്ന് വാങ്ങലില്ല. തൽക്കാലം ഇതിപ്പോൾ പെട്ടെന്ന് വന്ന ഓർഡറല്ലേ. അപ്പോൾ പിറ്റേന്നാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഇത് പണിയെടുക്കുന്ന ദിവസമാണ് ഞാൻ പച്ചരിയൊക്കെ പൊടിപ്പിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അപ്പോഴേക്കും ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടോ. തലേന്നിട്ട മാക്സിയാണ് എടുത്തത്. അപ്പോൾ പിന്നെ വീഡിയോ ഒന്ന് എടുക്കാൻ വെച്ചിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി. പിന്നെ തലേന്ന് തന്നെ ഞാൻ ബീൻസും ക്യാരറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ് ഞാൻ മുഴുവനോടുള്ള അണ്ടിപ്പരിപ്പ് ഞാൻ രാത്രി തന്നെ കഴുകിയിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി
അപ്പോൾ കുറേ സമയമൊന്നും കുതിർക്കണമെന്നില്ല കേട്ടോ, ഒത്തിരി ചൂടുവെള്ളത്തിൽ ഇട്ടാൽ മതി. പക്ഷേ പിന്നെ മറന്നു പോയിട്ട് എന്തെങ്കിലും ചെയ്യണ്ടായി വെച്ചിട്ട് ഞാൻ അങ്ങനെ രാത്രി തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ എല്ലാം. ചിക്കനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ കുറുമയും നൂൽപുട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. തേങ്ങ ഞാൻ 2 പാത്രത്തിലേക്ക് ആക്കിക്കുകയാണ്. ഇത് 1 തേങ്ങയാണ് ഞാൻ കുറുമയിലേക്ക് എടുക്കുന്നത്. പിന്നെ 2 കിലോ ചിക്കന് ഒരു 1.5 തേങ്ങ എടുക്കും കേട്ടോ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ തലേന്ന് തന്നെ ഒന്നും ആക്കിയില്ല കേട്ടോ, ഉരുളക്കിഴങ്ങും ഉള്ളിയൊന്നും ചെയ്തില്ല. കാരണം ഉരുളക്കിഴങ്ങിൻ്റെ കളറ് മാറി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ്. ഈ ഒരു ചെറിയ വലുപ്പത്തിലുള്ള ഈ ഒരു പീസ് കണ്ടില്ല, അങ്ങനെയാണ് കേട്ടോ കുറുമക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതിലും ചെറുതാക്കുക. പിന്നെ 3 പച്ചമുളക് ചീന്തി എടുക്കുന്നുണ്ട്. പിന്നെ കുക്കറിലാണ് റെഡിയാക്കുന്നത്. ആദ്യത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കുക്കറിലാണ്. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ ഒരു ടേബിൾ സ്പൂണ് നിറയെ നമ്മളെ നല്ല നെയ്യും ചേർത്ത് പിന്നെ 1 ടീസ്പൂണ് ഈ വലിയ ജീരകം ഇട്ട് പൊട്ടിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് 4 പച്ചമുളക് 2 മുറിച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇളക്കെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് 3 പച്ചമുളക് ഞാൻ നേരത്തെ ചീന്തി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് വെല്ലുള്ളിയാണ് കേട്ടോ ചേർക്കുന്നത്. 1 വെല്ലുള്ളിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു 8 ആൾക്ക് 8 ആക്കെന്നാണ് പറഞ്ഞത്. എന്നാലും ഒരു 10 ആക്കെങ്കിലും കഴിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു 8 ആൾക്കാണ് പറഞ്ഞത് നൂൽപുട്ടും ഈ കുറുമക്കറിയും. അപ്പോൾ ആ ഉള്ളി ഒന്ന് ഏകദേശം ഒന്ന് ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും ഒക്കെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീൻസ് കുറേ ആവണ്ട കേട്ടോ, ക്യാരറ്റ് ഇത്തിരി കൂടിയാൽ ബീൻസ് കുറേ ആവണ്ട. അപ്പോൾ അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചാണ് അരിഞ്ഞത്, മുഴുവൻ എടുത്തില്ല, ഒരു പകുതിയാണ് എടുത്തത്. പിന്നെ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഞാൻ പൊടിയായിട്ട് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഗരം മസാല ഇട്ട് പൊടിച്ചൊരു മല്ലിപ്പൊടി ഉണ്ടല്ലോ, അതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. 1.5 ടേബിൾ സ്പൂൺ അളവിലുള്ള പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ക്യാരറ്റ് കുറച്ച് മാറ്റി വെച്ചപ്പോൾ അത് പിന്നെ വീണ്ടും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ഇതാണ് കേട്ടോ, ജീരകത്തിൻ്റെ പൊടി ഞാൻ ഇടുന്നില്ല. വേണമെങ്കിൽ നമുക്ക് തേങ്ങേൻ്റെ അരപ്പിൽ ചേർക്കുകയും ചെയ്യാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വളരെ കുറഞ്ഞു പോകേണ്ട വെള്ളം, അല്ലെങ്കിൽ അത് കുറുങ്ങനായി പോകട്ടോ ഈ ഒരു കറി, അത് പറ്റില്ല. കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരൊറ്റ വിസിൽ നമ്മൾ ഈ ഒരു കുക്കറിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കണം. കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് ഞാൻ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേന്ന് കുക്കറിൽ അത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ ഈ പച്ചക്കറി എല്ലാം കൂടി ഒറ്റ വിസിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിന്നെന്താണ് ഈ ഗ്രീൻ പീസ് കുറച്ചധികം വേവുണ്ടല്ലോ, ഇത് കുറേ വേവും വേണ്ട. അങ്ങനെയാണ് ഗ്രീൻ പീസ് ഞാൻ മാറ്റിയിട്ട് വേവിച്ചത്. ഫ്രോസൺ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. പിന്നെ അതിലേക്കൊരു പഴുത്തതല്ലാത്ത ഒരു തക്കാളിയും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം തന്നെ ഞാൻ ആ ഒരു അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. പിന്നെ രണ്ടാമത്തേൽ ഞാൻ അണ്ടിപ്പരിപ്പ് ചേർക്കാതെ തന്നെ കേട്ടോ. അപ്പോൾ ഒരുപാട് ആയിപ്പോണ്ടായി അരച്ചിട്ട് ഈ തേങ്ങ എല്ലാം കൂടി ഇട്ടാൽ അരിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് 2 ഭാഗമാക്കുന്നത്. വലിയ ജാറുണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി. അത് കുക്കർ ഓഫാക്കിയതിന് ശേഷം ഞാനിതാ പുറത്തേക്ക് വന്നിക്കാണ്. പുറത്ത് നമ്മുടെ കാറ്ററിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വർക്ക് ഏരിയ പോലെയാണ് കേട്ടോ. അതിലാണ് ഇപ്പോൾ ഫസ്റ്റ് ഉദ്ഘാടനമാണ്. ഇപ്പോൾ അത് നൂൽപുട്ട് ആണ് സെറ്റാക്കുന്നത്. അപ്പോൾ ആ കുക്കറിൽ അത് വേവിച്ച് വെച്ചതിന് ശേഷമാണ് ഞാനിതാ പുറത്തേക്ക് വന്നിട്ട് പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കുകയും ഒന്ന് നൂൽപുട്ടുണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കണ്ടില്ല, ഒരുപാട് വെളിച്ചമൊന്നും വെച്ചിട്ടില്ല, ഇരുട്ട് തന്നെയാണ് സമയം. ബാങ്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ബാങ്കൊക്കെ കൊടുക്കുന്നത്. നൂൽപുട്ട് ഇപ്പോൾ കുറേ ഉണ്ടാക്കാനുള്ളത് കൊണ്ട് ഞാൻ അടുപ്പത്താണ് കേട്ടോ. എനിക്ക് അലൂമിനിയൻ്റെ ചെമ്പില്ലാത്തതിനെ കൊണ്ട്, ഇഡ്ഡലി ചെമ്പില്ലാത്തതിനെ കൊണ്ട് ഈ സ്റ്റീൽ തന്നെയാണ് അടുപ്പത്ത് വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പൊടി കുഴച്ചെടുക്കുകയാണ്. ഒരു 3-4 പ്രാവശ്യം കുഴക്കാനുള്ള പൊടി ഉണ്ട് കേട്ടോ. 1 കിലോനാണ് പറയുമ്പോൾ എടുത്തത്. 1 കിലോന് 35 നൂൽപുട്ട് ഉണ്ടാക്കാനുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഓൾക്ക് 25 നൂൽപുട്ട് മതി. 10 എണ്ണം പിന്നെ ഞാൻ എടുക്കുകയാണ് ചെയ്തത്. ഒരു നൂൽപുട്ടിന് 9 10 ഒക്കെ വാങ്ങട്ടോ. ഞാൻ 9 വാങ്ങാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ നൂൽപുട്ടിൻ്റെ ആ ഒരു തട്ടുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര യൂസാണ് കേട്ടോ. ഞാൻ ഒരു സെറ്റും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇനി 350 റുപ്യാണ് ആ ഒരു സ്റ്റാൻഡ് അടക്കം ആ 3 തട്ടുള്ളതിന് വരുന്നത്. ഇപ്പം 400-450 ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ കുറച്ചായല്ലോ വാങ്ങിയിട്ട്. അപ്പോൾ എക്സ്ട്രാ ഞാനൊരു തട്ടും കൂടി വാങ്ങിയതാണ്. ഒന്ന് അടുപ്പത്ത് വെക്കുമ്പോൾ അടുത്തതൊന്ന് റെഡിയാക്കി വെക്കാമല്ലോ വിചാരിച്ചിട്ട്. പിന്നെ ഈ നൂൽപുട്ട് ഉണ്ടാക്കുന്ന ഒരു ഗണ്ണ് പോലത്തെ ഉണ്ടല്ലോ, ഇലക്ട്രിക്കിൻ്റെതാണോ ബാറ്ററി ആണോ അറിയില്ല, അത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു ഇതിങ്ങനെ തിരിച്ച് കളിക്കാൻ. കുറേ സമയം ഞാൻ ഇടങ്ങേറായതിന് ശേഷം പിന്നെ ഒരു 5:30 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇക്കാക്ക് എണീറ്റ് വന്നപ്പോൾ
എനിക്ക് കുറച്ച് റെഡിയാക്കി തന്നിട്ടോ. അത് വലിയൊരു ഹെൽപ്പായി. ഞാനത് കുറേ സമയം കൈ നനവും കൂടി ആയതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെയാണ് ഇതിപ്പോൾ നൂൽപുട്ട് ഇവിടെ സ്ഥിരമായിട്ടൊന്നും ഉണ്ടാക്കലില്ലല്ലോ. ഇതിപ്പോൾ ഓർഡർ വന്നപ്പോൾ ഉണ്ടാക്കുകയാണ്. മക്കൾ ഇഷുമോനും ബേബിയും വരുമ്പോഴാണ് കാര്യമായിട്ട് ഇവിടെ നൂൽപുട്ട് ഉണ്ടാക്കൽ. അവർക്ക് തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതാ നമ്മളെ ചെമ്പുകൾ, ഈ സ്റ്റീൽ എന്നല്ല എല്ലാ ചെമ്പും നമ്മൾ അടുപ്പത്ത് വെച്ച് കരി വേഗം പോകാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഓയിൽ എല്ലാ ഭാഗത്തൊന്ന് പുരട്ടി കൊടുത്താൽ മതി. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഈ മൂട് ഭാഗത്ത് മാത്രമാണ് ഓയിൽ പുരട്ടിയത്. പിന്നെ കുറച്ചധികം പുരട്ടേണ്ടി, ഇനി നല്ലോണം കരി പിടിച്ചിട്ടുണ്ട്. ഇനി തേച്ച് കഴുകിയിട്ട് ക്ലീൻ ആക്കുന്നതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ അതാ ഈ ഇഡ്ലി ചെമ്പിൻ്റെ അടിയിൽ ആ ഒരു വട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വട്ടെന്നോ തട്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുക. അതിനെത്ര പൈസ എന്ന് എനിക്ക് ഓർമ്മയില്ല. ബാങ്ക് കൊടുത്തപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. പുറത്ത് ഒരു പേടി ഉണ്ടായിനി. പുര ചുറ്റും ലൈറ്റ് ഇട്ടിക്കണ്. ഇക്കാക്ക എപ്പം വേണമെങ്കിലും അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കിടന്നുറങ്ങുന്നുണ്ട്. വിളിക്കുക, എന്നാലും ഒരു പേടിയാണ്, കള്ളന്മാരാരെങ്കിലും വരുമോ എന്നൊക്കെ ഉള്ള. എന്നാലൊരു സമാധാനം. പിന്നെ എന്താ ഇവിടെ ചുറ്റുവട്ടത്ത് തന്നെ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും. 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും എണീക്കും. അതുകൊണ്ടൊരു സമാധാനമാണ്. പിന്നെ അതാ വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് വെച്ചിട്ട് വന്നിട്ട് ഞാനിതാ നമ്മൾ ഈ ഒരു കുക്കറിൽ വേവിച്ചതൊക്കെ ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ആ കുക്കറിൽ എല്ലാം കൂടി ആവില്ല. അപ്പോൾ അതാ തേങ്ങയും അണ്ടിപ്പരിപ്പും കൂടി അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചധികം വെള്ളം വെച്ചോളി. അധികം വെച്ചാലും ഒരുപാടല്ല, ഒരു മുന്നിട്ട് വെള്ളം വെച്ചോണ്ടി. കാരണം അതൊരു കുറുകി വരും കുറച്ച് കഴിഞ്ഞാൽ. തേങ്ങ അരച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ കഴിക്കാൻ നേരമാകുമ്പോൾ നല്ല കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ലൂസായിട്ട് ചെയ്തുകൊണ്ട് ഇതാ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ എരിവ് കുറച്ച് മതി എന്ന് പറഞ്ഞതിനെ കൊണ്ടാണ് ഞാൻ പച്ചമുളകും കുറച്ചത്, ഈ കുരുമുളക് പൊടിയും കുറച്ചത്. പിന്നെ അതാ മല്ലിയില ലാസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് തീ ഓഫാക്കുക. ആദ്യം തന്നെ വറവിടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ ഈ വെളിച്ചെണ്ണയിലാണല്ലോ അതൊക്കെ വഴറ്റിയെടുത്തത്. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. കുറച്ച് നെയ്യും ചേർത്തോണ്ടി. ഈ പണി എടുക്കുമ്പോഴേക്കും കാക്ക കിണീറ്റ് വന്നിട്ട് കേട്ടോ. അപ്പോൾ ആയത് ഞാൻ ചൂടാറിയതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു നൂൽപുട്ട് ഇടുമ്പോൾ ആ ഷീറ്റ് നല്ലോണം തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് കേട്ടോ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഷീറ്റാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തിയോ പൊടിയൊക്കെ പരത്താനും നല്ലതാണ്. അതിന് വെച്ചിട്ടാണ് ഞാൻ എടുത്തത്. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ടത് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാമെന്ന്. പിന്നെ ഇക്കാക്ക കണ്ടോ, ലാസ്റ്റ് ഭാഗത്തേക്കൊക്കെ ഇക്കാക്ക തന്നെയാണ് ഇത് റെഡിയാക്കി തന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ കറി ഒക്കെ സെറ്റായി, നൂൽപുട്ടും സെറ്റായി. പിന്നെ നമ്മൾക്ക് രാവിലെ തന്നെയാണ് കേട്ടോ. അതിന് കുറച്ച് കറിയും ഇതിന്ന് നൂൽപുട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ അടുപ്പ് നല്ലോണം ഈ കരി പിടിച്ച് നാശമാക്കിന് കേട്ടോ. അത് ചെമ്പ് കണ്ടുകൂടാ, ഇഡ്ലി ചെമ്പ്. ഇനി നല്ലോണം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഇന്നത്തെ കാറ്ററിംഗ് വീഡിയോ ആണ്. കൂടുതലായിട്ട് വിശേഷങ്ങൾ ഞാൻ അധികം അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് ലൈക്കുകൾ കൂടുമ്പോഴാണ് കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുക. വീഡിയോ മുന്നോട്ട് പോകാത്തതിനോണ്ടാണ് എനിക്ക് ഇടാനും ഒരു മടി. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു.